ഗൈസ് ഇനിയുള്ളത് കിർച്ചോഫ് ലോ ആണ്. കിർച്ചോഫിന് 2 ലോസ് ഉണ്ട്. കിർച്ചോഫ് കറണ്ട് ലോയും കിർച്ചോഫ് വോൾട്ടേജ് ലോയും. അല്ലെങ്കിൽ അത് കിർച്ചോഫിൻ്റെ കറണ്ട് ലോ എന്ന് പറഞ്ഞാൽ കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറയുന്നത് കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും വോൾട്ടേജിനെ കണക്ട് ചെയ്തിട്ടുള്ളത് കിർച്ചോഫിൻ്റെ വോൾട്ടേജ് ലോയും. ഇതിന് വേറെ പേരുണ്ട്, കിർച്ചോഫ് ലൂപ്പ് റൂളും കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ. ഓക്കെ, കിർച്ചോഫിൻ്റെ ഈ 2 ലോസ് പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാണ്ട്. നോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ സാധനങ്ങൾ കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ് നോഡ്. അതിനിപ്പോൾ കാണിച്ചു തരാമെന്ന് വെച്ചാൽ വെയിറ്റ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു കണക്ഷൻ ഇങ്ങനെ വന്നു, ഇവിടെ നിന്നൊരു കണക്ഷൻ ഇങ്ങനെ വന്നു, ഇവിടെ നിന്നൊരു ഈ സാധനം ഉണ്ടല്ലോ, ഇതിൽ ഈ പോയിൻ്റാണ് നോഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, ഇനി ഇവിടെ ഒരു റെസിസ്റ്റർ ആയിക്കോട്ടെ, ഇവിടെ ഒരു സെല്ലായിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ സാധനം 2 or more കണക്ഷൻസ് ഒറ്റ പോയിന്റിലേക്ക് വരും. ആ പോയിൻ്റാണ് നോഡ് എന്ന് പറയുന്നത്. ഇനി ഈ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ പഠിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറയണത്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് ഈ രീതിയിൽ, എനിക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കാൻ ഞാൻ ഈ രീതിക്കാണ് പഠിക്കാറ്. അതിന് അടുത്തുള്ള സാധനമാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പം ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നോഡിന്ന് അടുത്ത നോഡിലേക്ക്, ഇവിടെ ഒരു നോഡുണ്ടെന്ന് വിചാരിക്കേ, ഒരു നോഡിൽ ഈ ഫസ്റ്റ് നോഡിൽ നിന്ന് രണ്ടാമത്തെ നോഡിലേക്ക് കറണ്ട് കൊണ്ടുപോകുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതാണ് ബ്രാഞ്ച്. അത് വൃത്തിക്കേടിയുണ്ട് കേട്ടോ, ബ്രാഞ്ച്. പിന്നെ ഉള്ളത് ലൂപ്പ് എന്ന് പറയുന്ന സാധനം. ലൂപ്പ് എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പം വെച്ചാൽ വെയിറ്റ്, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെയും ഒരു റെസിസ്റ്റർ വേണമെങ്കിൽ വെക്കാം, ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു സെല്ല്, ഇവിടെ ഒരു ഇത് പോയിൻ്റ് എ ബി ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇതിൽ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് ക്ലോസ്ഡ് പാർട്ടാണ്. കാരണം നമുക്ക് ഇപ്പം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് ക്ലോസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഈ സാധനത്തിനാണ് പറയുന്നത് ലൂപ്പ്. അതായത് ക്ലോസ്ഡ് ആയിരിക്കണം, ക്ലോസ്ഡ് ആയ എന്താ ലൂപ്പ്. നമ്മളിപ്പോൾ ലൂപ്പ് കയറി ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അങ്ങനത്തൊരു സെറ്റപ്പാണ്. ഇനിയുള്ളത് മെഷ്. നേരത്തെ പറഞ്ഞ സാധനമില്ലേ, നേരത്തെ പറഞ്ഞ സാധനമാണ് മെഷ്. അതായത് ലൂപ്പും മെഷും സെയിം സാധനമാണ്. എല്ലാ മെഷും ലൂപ്പാണ്, ബട്ട് ലൂപ്സ് എല്ലാം മെഷല്ല. മെഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാണെങ്കിൽ, ഇതിപ്പോൾ നമുക്ക് ലൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കണക്ഷൻ ഇല്ല, ഇങ്ങനെ പോയി നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇവിടെ ഒരു സെല്ല് വന്ന് ഇവിടെ ഒരു ഇത് വന്ന് പിന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് വരുന്നുണ്ട്, ഇതൊരു ലൂപ്പാവും, ഇത് വേറൊരു ലൂപ്പാവും, അങ്ങനെ നമുക്ക് കഴിയും. അങ്ങനത്തത് ജസ്റ്റ് ലൂപ്പ് മാത്രം. ബട്ട് സിംഗിൾ സാധനം വരുന്നതാണ് മെഷ്. അതായത് ഇപ്പം ജസ്റ്റ് ഒരു സ്ക്വയർ തന്നെ ഒന്നുമില്ല കേട്ടോ, ഞാനങ്ങനെ വരക്കണത്. ഇതൊക്കെ ലൂപ്പാണ്. ഇതിൻ്റെ ഉള്ളിലിനി നമ്മളിപ്പോൾ ഇവിടുന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ ഓക്കെ, അത് ഒക്കെ ലൂപ്പാണ്. ഇത് മെഷും ഇത് ലൂപ്പും. ഓക്കെ,
വായിച്ചു വയ്ക്കുവാടി വേണമെങ്കിൽ. ഇനി നമുക്ക് കിർച്ചോഫ് കറണ്ട് ലോ കെ സി എല്ലാണ് പറയാൻ സുഖം. അത് സിമ്പിളാണ്. ഓൾജിബ്രിക് സം ഓഫ് കറണ്ട് ഇൻ എ നോഡ് ഈസ് 0. അതിന് വേറൊരു രീതിക്ക് പറഞ്ഞാൽ കറണ്ട് ഒരു ജംഗ്ഷൻ എന്ന് വേണേൽ പറയാം. ഒരു നോഡിൽ ജംഗ്ഷൻ എന്ന് നമ്മൾ കോൾ ചെയ്യുക അതിനാ. അപ്പം ഇങ്ങനെ ഇതൊരു ജംഗ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഫിഗർ എടുക്കാം നമുക്ക്. ഈ ജംഗ്ഷനിലേക്ക് ഇപ്പം I1 I2 എൻ്ററിങ് ടു ദാറ്റ് ജംഗ്ഷൻ, കറണ്ട് എൻ്ററിങ് ടു ദാറ്റ് ജംഗ്ഷൻ. I3 I4 അവിടുന്ന് പുറത്തേക്ക് പോകുന്നതാണ്. അപ്പം കിർച്ചോഫ് കറണ്ട് ലോ പ്രകാരം കറണ്ട് എൻ്ററിങ് ടു ദാറ്റ് ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ടു ദാറ്റ് ജംഗ്ഷൻ. എന്നാലേ ഓൾജിബ്രിക് സം 0 ആവുള്ളൂ. അപ്പം നമ്മൾ ഇപ്പം എൻ്ററിങ് ചെയ്യുന്ന കറണ്ട്സിനെ പോസിറ്റീവായി കൊടുക്കണമെങ്കിൽ I1 എനിക്കില്ല, ഇതൊരു ബുദ്ധിമുട്ടാട്ടോ, പിന്നെ വർക്ക് ചെയ്യില്ല. I2 ഈക്വൽ ടു, അത് പോസിറ്റീവ്, ഈക്വൽ ടു വേണ്ട, മൈനസ്, പിന്നെ നെഗറ്റീവ് ഉള്ളത് കൊടുക്കുക. I3 നമുക്ക് ലീവിങ് ടു ദാറ്റ് ജംഗ്ഷൻ മൈനസ് I4. ഇതിന് നമ്മൾ ഈക്വൽ ടു എഴുതുമ്പോൾ ഈക്വൽ ടു 0. ഈ സാധനം ടോട്ടൽ കറണ്ട് തന്നെ നോഡ് ഈസ് ഈക്വൽ ടു 0. സോ ഇത് ഇപ്പോഴത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വരും. I1 + I2 ഈസ് ഈക്വൽ ടു I3 + I4. അതായത് കറണ്ട് എൻ്ററിങ് ടു എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് ടു ദാറ്റ് ജംഗ്ഷൻ. അതാണ് KCL പറയണത്. ഓക്കെ, ഇനി KVL എന്ന് പറഞ്ഞാൽ ലൂപ്പിനെ കുറിച്ച് പറയണതാണ്. KVL എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ ഓർ നോഡിനെ പറ്റിയിട്ടുള്ളത്. KVL എന്ന് പറഞ്ഞാൽ ലൂപ്പിനെ പറ്റിയിട്ടുള്ളത്. ഇതിനകത്തുള്ളത് KVL പറയുന്നത് വോൾട്ടേജിൻ്റെ ഓൾജിബ്രിക് സം, ഒരു ലൂപ്പിലുള്ള വോൾട്ടേജിൻ്റെ ഓൾജിബ്രിക് സം എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇത് ഈ രണ്ട് ലോസ് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഇതിൻ്റെ കറണ്ട് ഫ്ലോയോ വോൾട്ടേജ് ഡ്രോപ്പോ റെസിസ്റ്റൻസോ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ രണ്ട് ലോസ് യൂസ് ചെയ്യണത്. അപ്പം KVL പറയണത് ഓൾജിബ്രൈക് സം ഓഫ് വോൾട്ടേജ് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഈസ് 0. അതായത് അതിനിപ്പം ഓൾജിബ്രിക് സം 0 ആണ്. സൈൻ എടുക്കണം കേട്ടോ, മറ്റേ റെസിസ്റ്റേഴ്സിനൊക്കെ സൈൻ എടുക്കാനുണ്ട്. KVL ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് വരണത് അവിടെ. മറ്റേ KCL ആകുമ്പോൾ കറണ്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നതിനൊക്കെ പോസിറ്റീവും ലീവ് ചെയ്യുന്നതിനൊക്കെ നെഗറ്റീവും കൊടുക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ റെസിസ്റ്ററിന് സൈൻ കൊടുക്കാണ്ട്, ബാറ്ററീസിന് സൈൻ കൊടുക്കാണ്ട്, അങ്ങനെ കുറച്ച് ടാസ്ക് ഉണ്ട്. ബാറ്ററീൻ്റെ സൈന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഫിഗർ ഉണ്ട്. പോസിറ്റീവ് ഇപ്പോൾ കറണ്ട് ഇതിൽ നിന്ന് A to B ഫ്ലോ ചെയ്യണം രണ്ടിലും. ഫസ്റ്റ് ഫിഗറിൽ ബാറ്ററീൻ്റെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് കറണ്ട് പോകുന്നത്. അതായത് ബാറ്ററീൻ്റെ ഉള്ളിൽ കൂടെ, റൈറ്റ്, ബാറ്ററീൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന നെഗറ്റീവിന് പോസിറ്റീവിലേക്ക്. അപ്പം പോസിറ്റീവ് വോൾട്ടേജ് എടുക്കും. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് എന്താ പറയുക, ഇത് ബാറ്ററിയിലേക്ക് കറണ്ട് കയറുന്ന പൊസിഷനാണ്. ഇവിടെ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അതായത് പോസിറ്റീവ് സൈഡിൽ നിന്നാണ് കറണ്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് ആയിട്ട് എടുക്കും. ഇനി ഈ കേസിൽ ഈ പോസിറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് ഉള്ളിലേക്ക് കയറുകയാണ്, നെഗറ്റീവ് എന്നാൽ പുറത്തേക്ക് വരുന്നത്. അപ്പം നമ്മളതിനെ നെഗറ്റീവ് വോൾട്ടേജ് ആയിട്ട് എടുക്കും.
ഇനി റെസിസ്റ്ററിൻ്റെ കേസിൽ നോർമലി നമ്മൾ മറ്റേ ആദ്യം സെല്ലിന് കൊടുക്കൂലേ, റെസിസ്റ്ററിന് നമ്മൾ ഒക്കെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ഇടുക. ഈ ഒരു സൈൻ കൺവെൻഷൻ അങ്ങ് പഠിക്കുക. ഇത് നോക്കണ്ട. ഈ സൈൻ കൺവെൻഷൻ പഠിച്ചിട്ട് ഈ ഔട്ട്പുട്ട് വരുന്നത് ഏതാണോ, കണ്ടോ, ഔട്ട്പുട്ടിലുള്ള സൈൻ ഏതാണോ, കറണ്ട് ഫ്ലോ ഇപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ ഔട്ട്പുട്ട് വരിക പോസിറ്റീവാണ്, പക്ഷേ ഇവിടെ ഇങ്ങോട്ടാണ്, അപ്പോൾ നെഗറ്റീവ് ഔട്ട്പുട്ട് വരിക. ഇവിടെ നെഗറ്റീവ് ഔട്ട്പുട്ട് വരിക. ആ സാധനം വോൾട്ടേജിന് ഓർ ആ സാധനം നമ്മളെ റെസിസ്റ്ററിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ ഇവിടെ ഉള്ളത് ഏതാണോ അത്. ഇതൊക്കെ ഇല്ലേ ഞാൻ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ട്രിക്സാണേ. ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഞാനൊരു പറഞ്ഞുതരാം. അങ്ങനെ ഇട്ടാൽ വർക്കാവില്ല. ഇതിപ്പം കറണ്ട് ഫ്ലോ കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ ഇതാണ്. ഇങ്ങനെ കൊടുക്കുമ്പം ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെയാണ് കറണ്ട് വരേണ്ടത്. അപ്പം ഇവിടെ ഔട്ട്പുട്ട് വരുന്നത് പോസിറ്റീവ്, അപ്പം ഇവിടെയുള്ള കറണ്ട് പോസിറ്റീവാണ് വരിക. ഇവിടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അപ്പോൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെയും നെഗറ്റീവ്, ഇവിടെ പക്ഷെ എന്താ വരിക പോസിറ്റീവ്. അത്രേ ഉള്ളൂ, ഇതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇല്ലസ്ട്രേഷൻ മറ്റേതിൻ്റെ ഇല്ലസ്ട്രേഷൻ കുറച്ചുകൂടി സിമ്പിളാണ്. ജസ്റ്റ് സമ്മേഷൻ എഴുതിയാൽ മതിയാവും. മറ്റേതിന് കണ്ടോ എന്തൊക്കെയോ വരുന്നുണ്ട് കണ്ടോ. ഈ ജസ്റ്റ് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല്ലസ്ട്രേഷനായി. പക്ഷെ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഓംസ് ലോ എടുക്കും. ഇത് കണ്ട് V = IR, I = V/R. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഈ കറണ്ട് ലോ വെച്ചിട്ട് നമുക്ക് കിട്ടുക വോൾട്ടേജാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഞാനത് പ്രോബ്ലം പറയുമ്പോൾ പറഞ്ഞുതരാം വൃത്തിക്ക്. എനിക്ക് കോപ്പിറൈറ്റ് വരുമോ അറിയില്ല, എന്തൊക്കെയോ സൗണ്ട് ഉണ്ട്. ഇനി അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. കിർച്ചോഫ് ലോ സോൾവ് ചെയ്യണ സ്റ്റെപ്പ് ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഡയഗ്രാം വരച്ചാൽ പെട്ടെന്ന് പരിപാടിയാവും. ഡയഗ്രാം വരച്ചാൽ നമുക്ക് നോക്കാനും മാർക്ക് ചെയ്യാനുള്ള എളുപ്പമാണ്. ഇനി ഡയറക്ഷൻ നമ്മളൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഡയറക്ഷൻ ഉണ്ടാവില്ല. നമ്മളൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യും. ആ ഡയറക്ഷൻ പ്രകാരമാണ് നമ്മളൊക്കെ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ചിലപ്പോൾ ആൻസറിൽ നെഗറ്റീവ് ഉണ്ടാവും. അതിനർത്ഥം നമ്മുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ് കറണ്ട് ഫ്ലോ എന്നാണ്, ഇനീഷ്യൽ ഫ്ലോ. പക്ഷേ നമ്മളൊരു ഡയറക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്തിട്ട് ആ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അതിനെപ്പറ്റി വലിയ ആലോചിക്കണ്ട. പിന്നെ KVL ക്ലോസ്ഡ് ലൂപ്പിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ.